സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള അനിൽ ചൗഹാന്റെ വാക്കുകൾ കോൺഗ്രസ് ഏറ്റെടുത്ത് വലിയ രീതിയിൽ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അനിൽ ചൗഹാൻ അന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ജെറ്റുകൾ വീണോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ജെറ്റുകൾ വീണോ എന്നതിലല്ല കാര്യം, ജെറ്റുകൾ എന്തുകൊണ്ട് വീണു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്നാണ് അനിൽ ചൗഹാൻ പറഞ്ഞത്. പോരാത്തതിന് അതൊരു ടാക്ടിക്കൽ മിസ്റ്റേക്ക് ആണെന്നും ഞങ്ങളത് റിട്ടാലിയേറ്റ് ചെയ്തു, ഞങ്ങൾ അതിനുശേഷം വലിയ രീതിയിൽ ഈ മിസ്റ്റേക്ക് പരിഹരിച്ച് പ്രിസിഷൻ കൃത്യമായി അവിടെ ലോക്ക് ചെയ്ത് അടിച്ചു എന്നും അനിൽ ചൗഹാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതല്ല യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ചർച്ചാ വിഷയമായത്. ജെറ്റുകൾ വീണു എന്ന തരത്തിൽ അനിൽ ചൗഹാൻ പറഞ്ഞു എന്നാണ് കോൺഗ്രസ് പ്രചരിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് CDS അനിൽ ചൗഹാൻ ഇപ്പോൾ പറയുന്നത് 15% ആർമിയുടെ സമയവും നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ. യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസിന് കൂടെയുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. അതായത് ഫേക്ക് ന്യൂസ് ആണ് ഞങ്ങളുടെ 15% സമയവും നഷ്ടപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ ആർമിയുടെ ചീഫ് ഓഫ് ഡിഫൻസ് ആയിട്ടുള്ള അനിൽ ചൗഹാൻ പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഫേക്ക് ന്യൂസ് കാരണമാണ്. കാരണം പാകിസ്ഥാനിൽ ഒരു നറേറ്റീവ് പടർന്നു പിടിക്കുന്നുണ്ട്, ഇന്ത്യയിലെ പല നഗരങ്ങൾ പാകിസ്ഥാൻ കത്തിച്ച് ചാമ്പലാക്കി എന്നുള്ളത്. അത്തരത്തിലുള്ള വാർത്തകൾ ഇന്ത്യയിലേക്ക് പടർന്നു പിടിക്കുമ്പോൾ ഇന്ത്യൻ ജനത പാനിക് ആവാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യൻ സേന ഒരു ഭാഗത്ത് സംയുക്തമായി ഓപ്പറേഷൻ സിന്ദൂർ ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ വരുന്നത് ആർമിക്ക് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. പോരാത്തതിന് ഇന്തോനേഷ്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ആ സമയത്ത് ഉണ്ടായിട്ടുള്ള സൈബർ ആക്രമണങ്ങളാണ്, 5000-ഓളം സൈബർ ആക്രമണങ്ങളാണ് ഇന്ത്യൻ ആർമി ആ സമയത്ത് തടുത്തു നിർത്തിയത് എന്നുള്ളത് വേറൊരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഇന്ത്യൻ ആർമിക്ക് തലവേദനയായി മാറിയിട്ടുണ്ട് എന്നാണ് അനിൽ ചൗഹാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഫേക്ക് ന്യൂസ് എന്നുള്ള വിഷയം ഇപ്പോൾ അനിൽ ചൗഹാൻ പറഞ്ഞ ഒരു വാക്കിനെ വളച്ചൊടിച്ച് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നതിനും കൂടെയുള്ള മറുപടിയാണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയരുന്ന വാദം എന്ന് പറയുന്നത്. എന്തായാലും ഫേക്ക് ന്യൂസ് ക്വിക്ലി ഡിസ്റ്റോർട്ട്സ് പബ്ലിക് പെർസെപ്ഷൻ കോമ്പാക്ടിംഗ് ഡിസ്ഇൻഫർമേഷൻ വാസ് എ കോൺസ്റ്റന്റ് എഫേർട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് പബ്ലിക്കിനെ പാനിക് ആക്കാനാണ് ഫേക്ക് ന്യൂസ് ശ്രമിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം ബംഗ്ലാദേശികളെ സംബന്ധിച്ചിടത്തോളമാണ്. അതായത് ഒരു ആർമി ചീഫ് ആദ്യമായിട്ടാണ് ബംഗ്ലാദേശികളെ സംബന്ധിച്ച ഒരു കാര്യം പറയുന്നത്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ 2000 ഇല്ലീഗൽ ബംഗ്ലാദേശികൾ, അതായത് 2000 ഇൻഫിൽട്രേറ്റേഴ്സ് ആയിട്ടുള്ള നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള നമ്മുടെ നാട്ടിൽ അനധികൃതമായി കുടിയേറിയിട്ടുള്ള ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുള്ള ബംഗ്ലാദേശികളെയാണ് ഇന്ത്യ ചവിട്ടി പുറത്താക്കിയത് എന്നാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്തപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് ഇപ്പോൾ CDS അനിൽ ചൗഹാൻ പറയുന്നത്. അതായത് ഒരു ഭാഗത്ത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ഓപ്പറേഷൻ ഇല്ലീഗൽ ബംഗ്ലാദേശികൾ നടക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് 2000 പേരെയാണ് പുറത്താക്കിയത്. ബാക്കിയുള്ളവരെ പുറത്താക്കാനുള്ള നീക്കം നടക്കുന്നതിനിടയിലാണ് ബംഗ്ലാദേശ് സൈന്യം അതിൽ ഇടപെടുമെന്നും ബംഗ്ലാദേശിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യരുതെന്നും പറഞ്ഞ് അവർ രംഗത്തെത്തിയത്. എങ്കിലും ഇന്ത്യ ഇപ്പോഴും ഇവരെ പുറത്താക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പലരെയും പുറത്താക്കിക്കൊണ്ടുമിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.